വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആരി വർക്കിൽ ബിഗിനേഴ്സിന് ചെയ്യാൻ വേണ്ടിയുള്ള ബീഡ് വർക്ക്, സീക്വൻസ്, കട്ട് ബീഡോ ഒക്കെ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്രെയിമിൽ ക്ലോത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് സറി ത്രെഡ് വെച്ചിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ സരി ത്രെഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫ്രെയിമിൽ എങ്ങനെയാണ് ക്ലോത്ത് ഫിക്സ് ചെയ്യാമെന്നും എൻഡ് ലോക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. നമ്മുടെ ഫസ്റ്റത്തെ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലോക്ക് സ്റ്റിച്ച് ഇടാണ്. ഈ സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞത് ഒരു ബീഡ് വർക്കാണ് ചെയ്യുന്നത്. സാധാരണ സ്വിങ് ത്രെഡാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. സീഡ് ബീഡാണ് കേട്ടോ ഇത്. വളരെ ചെറിയ സൈസാണ്. നമ്മൾ ഷുഗർ ബീഡൊക്കെ കണ്ടിട്ടുള്ള അതിനേക്കാളും ചെറിയ സൈസാണ്. അപ്പോൾ ഇതിൽ 3 എണ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ ക്ലോസ് ഷോട്ടിൽ കാണിക്കാൻ പറ്റുമെന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ വളരെ ക്ലോസ് ആയിട്ടാണ് വീഡിയോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ കാണുമ്പോൾ വലിയ ബീഡ് കുറച്ചുകൂടി സൈസ് വലുതായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ അത്ര ഇല്ല കേട്ടോ, ഭയങ്കര ചെറിയ സൈസാണ്. 3 എണ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് അത് ചെയ്തെടുക്കാം. ഓരോന്നോരോന്നൊക്കെ ഇടുമ്പോൾ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. പിന്നെ ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാനും ഭയങ്കര പ്രയാസമായിരിക്കും. ബീഡിൻ്റെ സൈസ് വലുതാണെങ്കിൽ നമ്മൾ എണ്ണം കൂടുതലിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ചെരിഞ്ഞു പോവും. നമ്മളെ ലൈൻസ് ഒന്നും കറക്റ്റായിട്ട് വരില്ല. പിന്നെ തന്നെയല്ല അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ഭയങ്കര കുറവായിരിക്കും. ഇത് ഭയങ്കര ചെറിയ സൈസൊക്കെ ആകുമ്പോൾ നമുക്ക് 2 എണ്ണം 3 എണ്ണം ഒക്കെ ഇട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ബീഡ്സ് നീഡിൽ എടുത്തതിന് ശേഷം നമ്മുടെ ഒരു റിംഗ് ഫിംഗർ വെച്ചിട്ട് ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലേക്ക് ബീഡ് തള്ളി കൊടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അതേപോലെ തന്നെ ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ഉറപ്പിക്കുക. ഈ നമ്മുടെ തേർഡ് ലൈന് നമ്മൾ സീക്വൻസ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വേറെ ടൈപ്പ് സീക്വൻസ്, പല ടൈപ്പ് സീക്വൻസ് ഉണ്ട്. എന്നാലും കൂടുതൽ ഫ്ലാറ്റ്, അതുപോലെ ചെറിയൊരു കപ്പ് സൈസിലുള്ള ഒരു നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ് സൈസിലുള്ളൊരു സീക്വൻസ് ടൈപ്പ്. ഇവിടെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാവും നല്ലത്. ചെയിൻ സ്റ്റിച്ച് ഇടാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് പഠിക്കാം. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലുള്ള ബീഡൊക്കെ വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും. ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നമുക്ക് അപ്പോഴേക്കും നമ്മുടെ കൈ അതിന് വഴങ്ങി വരും. നമ്മൾ ചെയിൻ സ്റ്റിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ലോക്ക് സ്റ്റിച്ച് ഇടാൻ പറ്റുന്നില്ല എന്ന് കുറേ ആൾക്കാർ പറയും. ലോക്ക് സ്റ്റിച്ച് ഇടാൻ പറ്റാത്തതിന് കാരണം എന്താ വെച്ചാൽ ചെയിൻ സ്റ്റിച്ച് നമ്മൾ നന്നായി പഠിക്കാത്ത കാരണമാണ്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ നീഡിൽ പിടിക്കാനായിട്ട്, അതുപോലെ ആ ത്രെഡ് വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ കൈ അതിന് വേണ്ടി വഴങ്ങി വരും. അപ്പോൾ തനിയെ തന്നെ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇടാനും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇങ്ങനത്തേതായ ബീഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഈ ഒരു സീക്വൻസ് വർക്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സീക്വൻസിൻ്റെ ഉള്ളിലൂടെ ഒരു ചെയിൻ ഇടുക. അത് ശേഷം സീക്വൻസിൻ്റെ പുറത്ത് അടുത്ത ഒരു ചെയിൻ ഇട്ടിട്ട് വേണം നമ്മൾ അടുത്തൊരു സീക്വൻസ് വയ്ക്കുമ്പോൾ സ്റ്റിച്ച് എടുക്കാനായിട്ട്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം, എളുപ്പമാണ് ചെയ്യാനായിട്ട്.
വളരെ സ്ലോവിൽ തന്നെയാണ് വീഡിയോ കാണിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ബിഗിനേഴ്സിൻ്റെ സ്പീഡിൽ കൂടുതലിട്ട് കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മുടെ ആ ഒരു ലൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് എല്ലാ ലൈനിലും ഇതുപോലെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് നിർത്തണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോരും. ലോക്ക് സ്റ്റിച്ച് ഇടാൻ എന്തായാലും നമ്മൾ പഠിക്കണം, പഠിച്ചെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞത് ഇതേപോലത്തെ സീക്വൻസ് ടൈപ്പ് തന്നെയാണ്. ഓരോ സീക്വൻസിൻ്റെ മുകളിലേക്ക് അടുത്ത സീക്വൻസ് വരുന്ന രീതിയിലാണ് ഈ ഒരു ടൈപ്പ് വരുന്നത്. അടുക്കടുക്കായിട്ട് വരുന്നൊരു രീതിയിൽ നമ്മൾ ബ്ലൗസിലും കുർത്തീസിലും ഒക്കെ കണ്ടിട്ട് കൂടുതൽ കാണുക ഈ ഒരു ടൈപ്പിലാണ്. നമ്മൾ തേർഡ് ലൈൻ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയാണ് ഈ ഫോർത്ത് ലൈനിൽ ചെയ്യണ ഈ ഒരു സീക്വൻസ് ടൈപ്പ് കാണാനായിട്ട്. സീക്വൻസ് ഇട്ട് കഴിഞ്ഞിട്ട് സീക്വൻസിൻ്റെ ഉള്ളിലൂടെ വരുന്ന ആ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് അടുത്ത സീക്വൻസ് ഇട്ട് കൊടുക്കുകയാണ്. ചെയിൻ സ്റ്റിച്ച് പുറത്ത് സീക്വൻസിൻ്റെ പുറത്ത് നമ്മൾ വേറെ ചെയിൻ എടുക്കേണ്ട ആവശ്യമില്ല. സീക്വൻസിൻ്റെ ഉള്ളിലൂടെ വരുന്ന ആ ഒരു ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ ഓരോരോ സീക്വൻസ് ഇട്ടിട്ടിട്ടാണ് ഈ ഒരു ടൈപ്പ് വരുന്നത്. ഈ ഫ്രെയിം വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡിൻ്റെ കാല് ചെറുതായിട്ടൊരു ബെൻഡ് ഉണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഷെയ്ക്കായി വരാണ്. ആ ഒരു ഇത് വീഡിയോയിൽ കാണുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. കാലിന് ചെറുതായിട്ട് ഒരു കാല് സ്റ്റാൻഡിൻ്റെ ഒരു കാല് ഇത്തിരി ഒരു ബെൻഡായിട്ടാണ് ഇരിക്കുന്നത് താഴെ ഭാഗം. നമ്മുടെ ഈ ഒരു ലൈനും കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ലൈനിൽ നമുക്ക് കട്ട് ബീഡ് വർക്ക് ചെയ്യാം. കട്ട് ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് 2 3 ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ ആ സീഡ് ബീഡ് ചെയ്ത പോലെയല്ല, കട്ട് ബീഡ് വർക്കിൽ നമ്മൾ ഓരോന്ന് തന്നെയായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ലൈൻസ് നന്നായി ചെരിഞ്ഞ് പോവും. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴായിരിക്കും ആ ബീഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഓരോരോ ബീഡായിട്ട് നിന്ന് നമ്മൾ ആ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ തള്ളി വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അപ്പോൾ 2 3 4 നമുക്ക് ഈ ഒരു നീഡിൽ നമുക്ക് കോർത്തെടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഓരോന്നോരോന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോരോ കട്ട് ബീഡായിട്ട് ഇട്ട് കൊടുക്കുക.
നമ്മുടെ ഈ ലൈൻ കംപ്ലീറ്റ് ആയി. മറ്റേതുപോലെ തന്നെ ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ സ്റ്റിച്ച് ഉറപ്പിച്ച് വയ്ക്കാം. അടുത്ത ലൈനിൽ നമുക്ക് ഗോൾഡ് ബീഡ് വെച്ചിട്ടുള്ള വർക്ക് കാണാം. അതിൽ നമ്മൾ സ്കാറ്ററിങ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പാണ് കാണിക്കുന്നത്. സ്കാറ്ററിങ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകലെ അകലെയായിട്ട് ഇതേപോലെ ഓരോ ചെയിൻ്റെ ഉള്ളിൽ കൂടെ കണക്ട് ചെയ്തിട്ടില്ല, ഓരോരോ ബീഡായിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ബീഡ് ഇടണം, അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ചെയിൻ സ്റ്റിച്ച് എടുക്കുക. ആ ഒരു ചെയിൻ സ്റ്റിച്ച് കുറച്ച് നീളത്തിലെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അത് ബാക്കോട്ടാക്കിയിട്ട് ആ ബീഡിൻ്റെ അടിഭാഗത്തേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് ബീഡ് കവർ ചെയ്തിട്ട് ആ ഒരു ത്രെഡ് അടിയിലേക്ക് പോകുന്ന രീതിയിൽ വെച്ചിട്ട് താഴത്തെ ത്രെഡ്, ഫ്രെയിമിന് താഴെയുള്ള ത്രെഡ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുണ്ടാവുന്നത്, അത് വലിച്ചെടുക്കുക, താഴേക്ക് വലിക്കുക. അതിനുശേഷം നമുക്ക് വേറെ ബീഡ് എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് എടുക്കുക. ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ചെയിൻ സ്റ്റിച്ച് എടുത്തതിന് ശേഷം ബീഡിൻ്റെ ബാക്കിലോട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിൽ വയ്ക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എളുപ്പമാണ് ചെയ്യാനായിട്ട്. ലോക്ക് സ്റ്റിച്ച് ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ സമയം പോകുന്ന, ലോക്ക് സ്റ്റിച്ച് ഇട്ട് വരുമ്പോഴാണ് നമ്മൾ തുടക്കമൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ ബീഡ് വർക്ക് ഇതുപോലെ ചെയ്യാനുണ്ടെങ്കിൽ കുർത്തിയുടെ നമ്മൾ 2 പാർട്ടൊക്കെ ഉള്ള കുർത്തി ഉണ്ടാവല്ലോ, ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടൊക്കെ. അതിൽ ബോഡി പാർട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ സ്കാറ്ററിങ് ചെയ്ത് വരുന്ന ഒരു ബീഡ് വർക്ക്. അപ്പോൾ അതിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ചെയ്യുമ്പോൾ ലോക്ക് സ്റ്റിച്ചിട്ട് വരുമ്പോൾ സമയം കുറേ പിടിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ബീഡ്സ് ഇളകി പോരില്ല, അവിടെ ലോക്ക് ആയ പോലെ തന്നെയായിട്ട് കിടക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള വീഡിയോയിലുള്ളത്. നമ്മുടെ സബ്സ്ക്രൈബർ 2-3 വട്ടം നമ്മുടെ അടുത്ത് ചോദിച്ചാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് കാണിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചൊക്കെ വെച്ചിട്ടുള്ള ചെയ്യുന്ന കുറച്ച് മോഡൽസാണ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.